മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കോളർഷിപ്പാണ് CCRT. ആദ്യം പഠിച്ചത് ഭരതനാട്യം തന്നെയായിരുന്നു. ഭരതനാട്യം തന്നെ. ഭരതനാട്യത്തിൽ ഇത്ര ഇഷ്ടം തോന്നാനുള്ളൊരു കാര്യം? അങ്ങനെ വെച്ചാൽ ഞാൻ കഥകളിയും കുച്ചിപ്പടിയും പഠിക്കുന്നുണ്ട്. കഥകളി RLV പ്രമോദ് സാറിൻ്റെ അടുത്തും, കുച്ചിപ്പടി ഗീത പത്മകുമാർ മാമിൻ്റെ അടുത്താണ്. എനിക്കിങ്ങനെ കൃഷ്ണന്റെ കുട്ടിക്കാലം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്തിട്ടുണ്ടോ? പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു രംഗം ഏതായിരിക്കും? പൂതന മോക്ഷം. അപ്പൊ അന്നൊരു കൊച്ചുകുട്ടി ഒരു ഇത്രയും വലിയ ഓഡിയൻസിനെ ഫേസ് ഡാൻസ് കളിക്കുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ടാവുമായിരുന്നു. അതിപ്പോ എങ്ങനെയാണ് ആ ഒരു അനുഭവം? ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണ ഈവനിങ് ടൈമില് 2 മണിക്കൂർ മാറ്റി വെക്കും. ഏകദേശം 140ഓളം കുട്ടികളിൽ നിന്നാണ് ഇവൾക്ക് സെലക്ഷൻ കിട്ടിയത്. കേരളത്തിൽ നിന്ന് 4 കുട്ടികൾക്കാണ് ഇത്തവണ ഈ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. ടീച്ചേഴ്സ് എല്ലാവരും വിളിച്ച് കൺഗ്രാറ്റ്സ് കഴിച്ചു. പിന്നെ പ്രിൻസിപ്പൽ മീന മാമും നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ്. എനിക്ക് കിട്ടിയില്ല. അപ്പോൾ മകൾക്ക് അത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവളൊരു 3 വയസ്സിലാണ് അവള് ക്ലാസ്സിലേക്ക് വന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 3-3.5 വയസ്സ് മുതൽ അവളെ പഠിപ്പിച്ചു തുടങ്ങി. ഞാനും ചെറുപ്പത്തിലെ തന്നെ കലാമണ്ഡലം സുമടീഷിൻ്റെ അടുത്താണ് നൃത്തം അഭ്യസിച്ച് തുടങ്ങിയത്. ഭരതനാട്യത്തിൽ PG ചെയ്തു. അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിലും MA റാങ്ക് ഹോൾഡറാണ്. ഓം അമൃതേശ്വരിയായ നമഃ. നമ്മുടെ സ്കൂളായ അമൃത വിദ്യാലയം പെരുമ്പാവൂരിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഹായ് മോളെ. എല്ലാവർക്കും വേണ്ടിയിട്ട് മോളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ആനന്ദഭദ്ര. ഞാൻ അമൃത വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഓക്കെ. ഇപ്പൊ സ്കോളർഷിപ്പ് കിട്ടി ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഫേസ് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എന്താ പറയാനുള്ളത്? ഈ അച്ചീവ്മെന്റ് കിട്ടി ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ അനുഗ്രഹവും പ്രോത്സാഹനവും കൊണ്ടാണ് എനിക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടിയത്. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞപ്പോ എന്തായിരുന്നു? അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്തോ? എല്ലാവരും പറഞ്ഞു. പേരൻസ് ഒക്കെ എന്താ? പേരൻസിന്റെ ഒക്കെ ഒരു അനുഭവം? അവരൊക്കെ നല്ല ഹാപ്പി ആയി. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ സ്കോളർഷിപ്പ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കോളർഷിപ്പാണ്. CCRT എന്നാണ് ഇതിന്റെ പേര്. എത്ര വയസ്സിലാണ് ഭരതനാട്യം അല്ലെങ്കിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയത്? ഞാൻ 5 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. ആദ്യം പഠിച്ചത് ഭരതനാട്യം തന്നെയായിരുന്നു? ഭരതനാട്യം തന്നെ. ഭരതനാട്യത്തിൽ ഇത്ര ഇഷ്ടം തോന്നാനുള്ളൊരു കാര്യം? അങ്ങനെ വെച്ചാൽ ഭരതനാട്യത്തിനോടാണ് കുറച്ച് ഇൻട്രസ്റ്റ്. എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഭരതനാട്യം ഉണ്ട്, കുച്ചിപ്പുടി ഉണ്ട്, മോഹിനിയാട്ടം, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ. എങ്കിൽ അതിലെല്ലാത്തിലും ഭരതനാട്യമാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ. മോള് ഭരതനാട്യം അല്ലാണ്ട് വേറെ എന്തൊക്കെയാ പഠിക്കണേ? ഞാൻ കഥകളിയും കുച്ചിപ്പടിയും പഠിക്കുന്നുണ്ട്. കഥകളി RLV പ്രമോദ് സാറിന്റെ അടുത്തും, കുച്ചിപ്പടി ഗീത പത്മകുമാർ മാമിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഓക്കെ. അരങ്ങേറ്റ സമയമൊക്കെ ഓർമ്മയുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു അരങ്ങേറ്റം 2017. അപ്പൊ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. ഭരതനാട്യത്തിൽ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ പെർഫോം ചെയ്യാറുണ്ട്. അപ്പൊ മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സ്റ്റോറി അല്ലെങ്കിൽ തീം ഏതായിരിക്കും? എനിക്കിങ്ങനെ കൃഷ്ണന്റെ കുട്ടിക്കാലം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്തിട്ടുണ്ടോ? പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു രംഗം ഏതായിരിക്കും? പൂതന മോക്ഷം. ആ ഒരു ഭാവങ്ങള് സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ ഉള്ള. അതുപോലെ മക്കൾക്ക് ഇനി സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു തീം ചെയ്യാൻ ആഗ്രഹമുണ്ട്? എനിക്ക് രാമായണം ചെയ്യുന്ന ആഗ്രഹമുണ്ട്. രാമായണത്തിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടാണോ അതോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. പിന്നെ രാമായണം ഒന്ന് മൊത്തത്തിൽ ചെയ്യണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. അപ്പൊ മോളെ ഈ ജൂനിയർ സ്കോളർഷിപ്പിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോസ് വാച്ച് ചെയ്യായിരുന്നു. പിന്നെ അത്യാവശ്യം ബുക്കുകൾ വായിച്ച് മനസ്സിലാക്കുന്നു. ആനന്ദഭദ്ര, അപ്പൊ ഇൻസ്പിറേഷൻ ആരായിരുന്നു ഡാൻസ്? എന്റെ അമ്മ തന്നെയാണ് എന്റെ ഇൻസ്പിറേഷൻ. അമ്മയാണ് റോൾ മോഡൽ. ഓക്കെ. അതുപോലെ തന്നെ മോൾ ആരെങ്കിലും ഡാൻസ് പഠിപ്പിക്കാറുണ്ടോ? ഞാൻ കൊച്ചു കുട്ടികളെ അമ്മയുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ ടീച്ചറാണ്, ഡാൻസ് ടീച്ചറും കൂടെ ആണ് ചെറുതായിട്ട്. അനീത്തി ഉണ്ടോ? അനീത്തി ഉണ്ട്. അനന്തലക്ഷ്മി എന്നാണ് പേര്. അനീത്തി ഇപ്പം ഭരതനാട്യമാണോ ഫോക്കസ് ചെയ്യുന്നത്? ഭരതനാട്യം തന്നെയാണ് അവള് ഫോക്കസ് ചെയ്യുന്നത്. എന്റെ കൂടെ കഥകളിയും പഠിക്കുന്നുണ്ട് അവള്. ഈ കഥകളി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ?
അങ്ങനെ അമ്മ കളിക്കണ കണ്ടിട്ടുണ്ട്. അമ്മയാണ് ഇൻസ്പിറേഷൻ. അതുപോലെ ഇപ്പം ആദ്യമൊക്കെ സ്റ്റേജിൽ പെർഫോം അരങ്ങേറ്റ സമയം പറഞ്ഞല്ലോ, എനിക്ക് എത്രാം ക്ലാസ്സിലായിരുന്നു? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അന്നൊരു കൊച്ചുകുട്ടി ഒരു ഇത്രയും വലിയ ഓഡിയൻസിനെ ഫേസ് ഡാൻസ് കളിക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവുമായിരുന്നു. അതിപ്പോ എങ്ങനെയാണ് ആ ഒരു അനുഭവം? ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. എന്നിട്ട് ഇപ്പോഴും ചെറുതായിട്ടൊരു പേടിയുണ്ട്, എന്നാലും അത് കുഴപ്പമില്ല. അതായത് നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു വേറൊരു ഫോമിലായിട്ട് മാറുവാണ്. അപ്പൊ ആ ഒരു ടൈമിലൊരു ഫീലിംഗ് എന്താണ്? നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. നമ്മളുടെ ഫേവറേറ്റ് ഡാൻസർ ആരായിരിക്കും? ശോഭന മാമിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശോഭന മാമിന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ ആഗ്രഹം? അവിടെ പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് മാമിന്റെ കൂടെ അല്ലേ? അതുപോലെ തന്നെ ഏത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഡ്രീം പോലൊക്കെ? ഒരു ചിലങ്ക ഫെസ്റ്റിവൽ ഉണ്ട്, ട്രിവാൻഡ്രത്താണ് അതിന്റെ ഇത്. അപ്പൊ അതിലിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും ഇപ്പോഴത്തെ ഒരു ഡ്രീമായിട്ട് കാണുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡാൻസർ ആണ്, അപ്പോൾ ഒരു ഡേയിൽ എത്ര ടൈം ആയിരിക്കും കോൺട്രിബ്യൂട്ട്? ഫുൾ ടൈം ഡാൻസർ ആണ് എങ്കിലും ഇപ്പോൾ സ്റ്റഡീസും കൂടെ ഒപ്പം കൊണ്ടുപോകണമല്ലോ. അപ്പം ഡാൻസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയം അല്ലെങ്കിൽ പ്രാക്ടീസ് അങ്ങനെയൊക്കെ? ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണ ഈവനിങ് ടൈമില് 2 മണിക്കൂർ മാറ്റി വെക്കും. ഇപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സിന്റെയും എല്ലാവരും സപ്പോർട്ടിനെ നല്ല സപ്പോർട്ട് ഉണ്ട്. അവര് പഠിത്തത്തോടൊപ്പം തന്നെ ഡാൻസിന് തന്നെ നല്ലോണം സപ്പോർട്ട് എൻകറേജ് ചെയ്യാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അതിലല്ലേ. അപ്പൊ ഈ കൊച്ചു മിടുക്കിയുടെ ഗുരു ആരാണ്? എന്റെ അമ്മ തന്നെയാണ് എന്റെ ഗുരു, ശ്രീമതി ആർ.പി. ശാലിനി പ്രദീപ്. ഹലോ അമ്മ, നമസ്കാരം. അപ്പം അമ്മയാണ് ഗുരു, അമ്മയാണ് റോൾ മോഡൽ. അപ്പൊ എന്ത് തോന്നുന്നു? ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഓൾ ഓവർ ഇന്ത്യയിലാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നത്. അമ്മയുടെ സന്തോഷം? വളരെയധികം സന്തോഷം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ്, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ മകൾക്ക് അത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു കോമ്പറ്റീഷൻ ലെവലിലല്ലാതെ ഡാൻസ് ഉള്ള ഒരു പാഷനാക്കി എടുത്തതിൽ അമ്മ എന്ന രീതിയിലും ഗുരു എന്ന രീതിയിലും വളരെയധികം ഹാപ്പിയാണ്. അപ്പം ഒരു ഗുരുവിനപ്പുറമായിട്ട് അമ്മ മകൾ ബോണ്ട് ഉണ്ട്. അപ്പം നമ്മുടെ അനന്തഭദ്ര ഡാൻസ് പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് ഇപ്പൊ വന്ന് നിൽക്കുന്നവരെ ഒന്ന് ഷെയർ ചെയ്യാം? തീർച്ചയായും. അവളൊരു 3 വയസ്സിലാണ് അവള് ക്ലാസ്സിലേക്ക് വന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 3-3.5 വയസ്സ് മുതൽ അവളെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പൊ ആദ്യം തുടങ്ങിയപ്പോൾ അമ്മ വഴക്ക് പറയുമ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവള് ഭയങ്കര അമ്മയായതുകൊണ്ട് പഠിക്കാതിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. പിന്നെ ഒരു 4-4.5 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അവള് കളരിയിലേക്ക് വന്നു. അപ്പോൾ ഒരു 5 വയസ്സ് മുതലാണ് കൃത്യമായിട്ട് അവള് ക്ലാസ്സിൽ നിന്ന് പഠിച്ചു തുടങ്ങിയത്. ഡാൻസ് പാഷനൊക്കെ ആയിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ കമ്പൽ ചെയ്തിട്ടൊന്നുമില്ല ഒരിക്കലും. പഠിത്തത്തോടൊപ്പം ഡാൻസും കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ കോമ്പറ്റീഷൻ പൊതുവെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ ബേസിക്കലി ഭരതനാട്യം ട്രഡീഷൻ അനുസരിച്ച് തന്നെയാണ് പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ് അവൾക്ക് ഉണ്ടായിരുന്നു. മകള് എന്നല്ല, ശിഷ്യായിട്ട് തന്നെയാണ് ഡാൻസ് പഠിപ്പിക്കുക. അമ്മ വീട്ടിലാണ്, ക്ലാസ്സിൽ ഗുരുവായിട്ട് തന്നെയാണ് നിൽക്കാറ്. ഒരു അമ്മ എന്ന നിലയിലും അത് ഗുരുനാഥ എന്ന നിലയിലും ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. അപ്പം ഡാൻസിന് മാമിൻ്റെ ആയാലും ഡാൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ? ഞാൻ ചെറുപ്പത്തിലെ തന്നെ കലാമണ്ഡലം സുമ ടീച്ചറിൻ്റെ അടുത്താണ് നൃത്തം അഭ്യസിച്ച് തുടങ്ങിയത്. ഭരതനാട്യത്തിൽ PG ചെയ്തു. അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിലും MA റാങ്ക് ഹോൾഡറാണ്. ഇപ്പോൾ പെരുമ്പാവൂർ നാട്യകേരളി സ്പേസ് 4 എന്നൊരു സ്ഥാപനം നടത്തി വരുന്നു. അതിലാണ് മോള് പഠിക്കുന്നത്. ഏകദേശം ഒരു 250-250ഓളം കുട്ടികൾ നാട്യകേരളിയിൽ പഠിക്കുന്നുണ്ട്. സ്കോളർഷിപ്പിന് പോകുന്നത് ഇവളാണ് ആദ്യമായിട്ട്. അപ്പോൾ ഇത് ആദ്യത്തെ തവണ തന്നെ കിട്ടിയതിൽ വളരെയധികം പ്രൗഡാണ്, വളരെയധികം സന്തോഷം, ഈശ്വരാനുഗ്രഹം. അപ്പം അമ്മ പറഞ്ഞു അമ്മ ഡാൻസിൽ റാങ്ക് ഹോൾഡർ ആണെന്ന്. അപ്പം അനന്തഭദ്രയുടെ ആഗ്രഹം എന്താണ്? എനിക്കൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു കുഞ്ഞിലെ മുതൽ ആഗ്രഹം. അപ്പം ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയോണ്ട് ഡോക്ടറും അതിനോടൊപ്പം തന്നെ ഈ ഡാൻസ് ഒരു പാഷനായിട്ട് എടുക്കണം, ഒരു ഭരതനാട്യം പെർഫോമർ ആവണമെന്ന്. ഈ ഒരു സ്കോളർഷിപ്പ്, ജൂനിയർ സ്കോളർഷിപ്പ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്? ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, CCRTയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിനകത്ത് 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ജൂനിയർ സ്കോളർഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ ഒരു ഡാൻസ് പഠിക്കുന്നതല്ലാതെ കൃത്യമായിട്ട് അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും പഠിച്ച് ഇൻ്റർവ്യൂ, മോൾക്ക് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ തിയറിയും പ്രാക്ടിക്കലും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഏകദേശം 140ഓളം കുട്ടികളിൽ നിന്നാണ് ഇവൾക്ക് സെലക്ഷൻ കിട്ടിയത്. കേരളത്തിൽ നിന്ന് 4 കുട്ടികൾക്കാണ് ഇത്തവണ ഈ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ 2 വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ്. ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ സീനിയർ സ്കോളർഷിപ്പ് ഉണ്ട്. അത് നമുക്ക് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി അപേക്ഷിക്കാം.
നമുക്കത് സിലബസ് അനുസരിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഈ സ്കോളർഷിപ്പ് നേടാനുള്ള എല്ലാ സപ്പോർട്ടും പ്രോത്സാഹനവും നൽകിയത്. ഇതെൻ്റെ അച്ഛൻ പ്രദീപ്, അമ്മ ശാലിനി, അനീത്തി അനന്തലക്ഷ്മി എസ് പ്രദീപ്, അവൾ എൻ്റെ ഒപ്പം ഡാൻസ് പഠിക്കുന്നുണ്ട്. ചേട്ടൻ അർജുൻ എസ് പ്രദീപ് ഇപ്പോൾ +2 പഠിക്കുന്നത്. അവൻ ചെണ്ടയും ഇടയ്ക്കയും പഠിക്കുന്നുണ്ട്. അതോടൊപ്പം മേളങ്ങളിലും കൊട്ടാറുണ്ട്. അപ്പം ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ പ്രതികരണങ്ങളായാലും ടീച്ചേഴ്സിന്റെ പ്രതികരണങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ടീച്ചേഴ്സ് എല്ലാവരും വിളിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ അയച്ചു. പിന്നെ പ്രിൻസിപ്പൽ മീന മാമും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ പഠിത്തത്തോടൊപ്പം തന്നെ ഡാൻസിന് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ കൺഗ്രാറ്റ്സ് ഒക്കെ അയച്ചു. സോ അനന്തഭദ്ര ഡാൻസറാണ്, അതിനപ്പുറം വേറെ എന്തൊക്കെയാണ് ഹോബീസ് ആയിട്ടുള്ളത്? ഞാൻ വീട്ടിൽ ക്രാഫ്റ്റ് വർക്ക്സ്, ആർട്ട് വർക്ക്സ് ഒക്കെ കുറച്ച് ചെയ്യാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എന്താ പറയുക, ഒരുപാട് എക്സൈറ്റഡ് ആണ് മോളെ പോലെ ഞാനും. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.